ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ട്, കാത്തി ഒബ്രയൻ, എഡ് ഹാരിസ് എന്നിവർ പ്രധാന വേഷത്തിൽ വരുന്ന A24 ക്രൈം ഡ്രാമ സിനിമയാണ് ലവ് ലൈസ് ബ്ലീഡിംഗ്. ചെറിയ ക്യാൻവാസിൽ വരുന്ന ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ കൂടെയാണത്. ഇനി ഇതിന്റെ പ്ലോട്ടിലേക്ക് വരാം. ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ടിന്റെ കഥാപാത്രമായ ലു ഒരു ജിം ഓണറാണ്. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പുള്ളിക്കാരി അവളുടെ അച്ഛനുമായിട്ട് അത്ര ക്ലോസ് അല്ല. അവളുടെ അച്ഛൻ ആ ടൗണിലെ തന്നെ വലിയൊരു ഷൂട്ടിംഗ് റേഞ്ചും ബാറും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് അത് മാത്രമല്ല ബിസിനസ്. അണ്ടർഗ്രൗണ്ടായിട്ട് ഗൺ സ്മഗ്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലു അയാളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ജാക്കി എന്നൊരു പെണ്ണ് ആ നാട്ടിലേക്ക് വരുന്നത്. വലിയൊരു ബോഡി ബിൽഡർ ആകാനാണ് അവൾക്ക് ആഗ്രഹം. അതുകൊണ്ട് പുള്ളിക്കാരി ആ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. പതുക്കെ ലുവുമായിട്ട് അടുക്കുകയും ചെയ്യുന്നു. അവരുടെ റിലേഷൻഷിപ്പിനിടയിൽ പിന്നീട് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളും അതിൽ നിന്ന് അവർ എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് പിന്നീടുള്ള കഥ. ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ടും കാത്തി ഒബ്രയനുമാണ് ലുവും ജാക്കിയുമായി വരുന്നത്. ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ് ലവ് ലൈസ് ബ്ലീഡിംഗ്. വളരെ കുറച്ച് ലൊക്കേഷൻസ് മാത്രം ഫോക്കസ് ചെയ്താണ് കഥ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഷോട്ട്സും സീക്വൻസുകളും എല്ലാം ഈ ജിമ്മിനകത്തോ അല്ലെങ്കിൽ റൂമിലോ ആണ് നടക്കുന്നത്. കഥ നടക്കുന്നത് 1980s സോ ആ ഒരു കാലഘട്ടത്തിന്റെ മൂഡ് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യുന്ന തരത്തിലാണ് സിനിമാറ്റോഗ്രാഫിയും ലൈറ്റിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാന വേഷത്തിൽ വരുന്ന രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ട് ട്വിലൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ എത്രമാത്രം മികച്ചൊരു ആക്ട്രസ് ആയി എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അത്ര നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കാത്തി ഒബ്രയൻ ചിലയിടങ്ങളിൽ സൈക്കിക് ആകുന്ന സീൻസിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും കെമിസ്ട്രി എടുത്തു പറയേണ്ട ഫാക്ടറാണ്. ഇവർ ലെസ്ബിയൻ കപ്പിൾ ആണെന്നല്ല, മറിച്ച് റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേരാണെന്ന നിലയിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ ലുവിന്റെ അച്ഛൻ വേഷത്തിൽ വരുന്ന എഡ് ഹാരിസും. പുള്ളി ഓൾറെഡി ടെററായിട്ടുള്ളൊരു നടനാണ്. പുള്ളിയുടെ ശരിക്കും ആ ഒരു വില്ലനിസം ഒക്കെ കാണണമെങ്കിൽ വെസ്റ്റ് വേൾഡ് സീസൺ 1 കാണണം. ഭയങ്കര വയലൻസ് ആണ് സിനിമയിൽ. അതും ഈ ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന ലെവൽ ഓഫ് വയലൻസ് തന്നെയാണ്. പക്ഷേ അത് തീരെ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിൽ പെട്ടെന്നായിരിക്കും അത്തരം സീൻസ് എല്ലാം കയറി വരുന്നത്. ഇനി ഈ ഫിലിമിന്റെ നെഗറ്റീവ്സിലേക്ക് വരാം. ഈ ഫിലിമിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമയുടെ ക്ലൈമാക്സിലെ ഒരു സീനാണ്. അതുവരെ റിയലിസ്റ്റിക് ആയി പൊക്കൊണ്ടിരുന്ന ഫിലിമിൽ പെട്ടെന്നൊരു ഫാന്റസി എലമെന്റ് കൊണ്ടുവന്നത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അത് പക്ഷേ ഫിലിം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തിനാ അങ്ങനെ കൊണ്ടുവന്നതെന്ന്. ഒരു ഫെമിനിസ്റ്റ് ആംഗിൾ കൊണ്ടുവരാനായിരിക്കാം. വേറൊരു രീതിയിൽ അത് റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു ഐഡിയയെ പ്രസന്റ് ചെയ്താൽ മതിയായിരുന്നു. സ്പോയിലർ ആയതുകൊണ്ട് ആ പോയിന്റിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കടക്കുന്നില്ല. പിന്നെ സെക്സ് സീൻസും അല്പം കൂടുതലായിട്ട് തോന്നി. അവരുടെ രണ്ടുപേരും റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്തിന്റെ ഭാഗമായിട്ട് വരുന്ന സീൻസാണ്. ബട്ട് പടത്തിന്റെ പേസിങ്ങിനെ അല്പം സ്ലോ ആക്കുന്നുണ്ട് ഈ സീൻസ്. സോ 80s ആ ഒരു എസ്തെറ്റിക് ഒക്കെ പിടിച്ച് ഒരു നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ സിനിമയാണ് ലവ് ലൈസ് ബ്ലീഡിംഗ്. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു തവണ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു ഫിലിമാണ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ലവ് ലൈസ് ബ്ലീഡിംഗ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.